ജോലി നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ജീവിക്കണ്ടേ? എന്നാലും നിന്റെ പ്രായം നോക്കണ്ടേടാ ഈ കൊച്ചു പ്രായത്തിൽ. ചേച്ചി, ഞാൻ കൊച്ചൊന്നുമല്ല. കല്യാണം കഴിക്കാൻ പോലും 21 വയസ്സ് മതി. എനിക്ക് 25 ഉണ്ട്. ഓ, വലിയ കാര്യമായിപ്പോയി. മീശ പോലും ഗുരുത്തിട്ടില്ല, കല്യാണം കഴിക്കാൻ പ്രായമുണ്ട് പോലും. ചേച്ചി, എന്റെ മെച്ചൂരിറ്റി ചോദ്യം ചെയ്യരുത്. മീശയൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ ഷേവ് ചെയ്ത് കളയുന്നതാ. ചേച്ചി, സത്യം. മീശ വന്നാൽ എനിക്ക് ചൊറിയും. പിന്നെ ഈ പബ്സ് ഒക്കെ തിന്നുമ്പോൾ മീശയിലൊക്കെ ആക്കും. എനിക്ക് മീശ ഒരു ശല്യമാ. പിന്നെ മീശ പഠിച്ചാൽ എനിക്ക് ബോളിവുഡ് ലുക്കാണെന്ന് അപ്പനും പറഞ്ഞിട്ടുണ്ട്. ആ മൂപ്പലുണ്ടായിരുന്നത് നീ അല്ലാതെ ആര് വിശ്വസിക്കും? പോ ചേച്ചി. എടാ, നിനക്കെന്നെ ഒന്ന് ചേച്ചിന്ന് വിളിക്കാതിരിക്കാമോ? എനിക്കെന്തോ ഒന്ന് വയസ്സായ പോലെ തോന്നൽ നിന്റെ വിളി കേട്ടിട്ട്. പ്രായത്തിന് മൂത്തവരെ ചേച്ചി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ? വിളിച്ചോ. ചേച്ചി, നമുക്കൊരു ഐസ്ക്രീം കുടിക്കാം. പൈസയുണ്ടോ അതിന്? പിന്നില്ലാതെ. ഡാൻസ് കളിച്ച കൂട്ടത്തിൽ ഏകദേശം 200 രൂപ കിട്ടിയിട്ടുണ്ട്. 25ന്റെ 2 പേപ്പർ കോൺ വാങ്ങിയാൽ 50. വാ. കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഒരു മോളിൽ പോയി കൂടി ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ. നിനക്ക് മധുരം അത്ര ഇഷ്ടമാണോ? നല്ല ഇഷ്ടാ. ഷുഗർ പിടിക്കും ചെറുക്ക. പിന്നെ ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് ഷുഗർ ഒന്നും പിടിക്കില്ല. കുറച്ചു മുന്നേ നീ തന്നെയല്ലേ പറഞ്ഞത് നിനക്ക് പ്രായം പക്വതയൊക്കെ ആയെന്ന്? ഈ പ്രായം പക്വതയുള്ളവർക്കാ ഷുഗർ പെട്ടെന്ന് പിടിക്കണേ. ചേച്ചി പോ, ചേച്ചി ആള് ശരിയല്ല. പക്ഷേ ചേച്ചിയുടെ ചിരി നല്ല രസമുണ്ട്. ചേച്ചി, എന്താ ആലോചിച്ച് നിൽക്കുക? വാ. താമസിച്ചാൽ അപ്പൻ വീട് കൂട്ടിക്കളയും. ആൺകൊച്ചാണെങ്കിലും 8 മണി മാക്സിമം, അതിനുള്ളിൽ വീട്ടിൽ കയറിക്കോണമെന്നാ റൂള്. ആ, വരുന്നു. നിന്റെ അപ്പൻ അത്ര സ്ട്രിക്റ്റ് ആണോ? ഏയ്, പേടികൊണ്ടാ. അപ്പന് ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആളെ ലേശം പ്രൊട്ടക്റ്റീവ് ആകുന്നതാ. പ്രൊട്ടക്റ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേ നീ ഒരു ദിവസം 50 ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാ? നീ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പാത്രം കൊണ്ട് പൈസ വാങ്ങാൻ നിൽക്കണോ? ചേച്ചിക്ക് എന്റെ അത്രയും കഴിവില്ലെന്ന് എനിക്കറിയാം. ഡാൻസ് കളിക്കുന്നത് ഞാൻ മൈൻഡ് സെറ്റ് ആവാനും എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലും ചിക്കിളി തടയാനുമാ. ബാക്കി ജോലിക്കൊക്കെ മാസാവസാനല്ലേ പൈസ കിട്ടൂ. ബുദ്ധി വേണം, ബുദ്ധി. ആയിക്കോട്ടെ, എനിക്ക് നിന്റെ അത്ര കഴിവില്ല. കഴിവിനനുസരിച്ച് ഞാനിനി എന്താണാവോ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം പോയി ഒരു സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ ഞാൻ രാവിലെ ചെന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ കട തുറക്കുന്ന ടൈം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാൻ ആളെ വേണമായിരുന്നു. പിന്നെ ബാക്കി സ്റ്റാഫ് നോക്കിക്കോളും. അങ്ങനെയാണ് എനിക്ക് ആ ജോലി തരപ്പെട്ടത്. ദിവസം 100 രൂപ. അവിടെ ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് കണ്ടു, ചോദിച്ചു, അവരോക്കെ പറഞ്ഞു. അപ്പോൾ നാളെ മുതൽ ചേച്ചി ആ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് ഗേൾ. മാസം 6000 രൂപ കിട്ടും. സന്തോഷായില്ലേ? പിന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നല്ല തുക മിച്ചം പിടിക്കാം. എന്നിട്ട് വേണം നമുക്ക് നല്ലൊരു വീട്ടിലേക്ക് മാറാൻ. അല്ലട ചെക്ക, അവിടെ ടൈമിംഗ് ഒക്കെ എങ്ങനാ? 8 മണിക്ക് നിന്റെ അപ്പന് നമ്മൾ വീട്ടിൽ കയറണമെന്നാണെങ്കിൽ രാവിലെ എന്തായാലും ഞാനും വരുന്നുണ്ടല്ലോ. കട തുറക്കുന്ന ടൈമാണ് എനിക്ക് എത്തേണ്ടത്. ചേച്ചിയും എന്റെ കൂടെ പോന്നാ മതി. അവിടെ മെയിൽ സ്റ്റാഫുകൾക്ക് 8:30 മണിവരെയും ഫീമെയിൽ സ്റ്റാഫുകൾക്ക് 6:30 മണിവരെയാണ് ഡ്യൂട്ടി. ആണുങ്ങൾക്ക് 2 മണിക്കൂർ താമസിച്ച് വന്നാൽ മതി എന്ന് തോന്നുന്നു. ചേച്ചി പെണ്ണല്ലേ, അപ്പോൾ പിന്നെ എനിക്കത് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മുടെ അങ്ങോട്ടുള്ള ബസ്സല്ലേ. വാ ചേച്ചി. അതൊക്കെ ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ആ പിന്നെ ചേച്ചി പറയാൻ മറന്നു, 6:30 ചേച്ചിയുടെ ഡ്യൂട്ടി കഴിയുമല്ലോ. ചേച്ചി എന്നിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നാൽ മതി. എന്റെയും ജോലികൾ ആ സമയം ആകുമ്പോൾ കഴിഞ്ഞ് അവിടെ എത്താൻ പറ്റും. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ഇന്നത്തെ പോലെ ആളുള്ള നല്ല സ്ഥലത്ത് ഡാൻസ് കളിക്കാം. ചേച്ചിക്ക് ഡാൻസ് കളിക്കാൻ അറിയാമോ? ഇല്ല. പാട്ടുപാടാൻ? ഇല്ല. പടം വരയ്ക്കാൻ? ഇല്ല. സാരമില്ല, ദൈവം എല്ലാവർക്കും കഴിവ് കൊടുക്കില്ലല്ലോ. ചേച്ചി എന്റെ ഡാൻസൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരുന്നാൽ മതി. പോകാൻ സമയമാകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്താ? ഓക്കേ. ചേച്ചിക്ക് എന്നെ ഇഷ്ടായോ? ഇല്ലല്ലോ. അതെന്താ? ഞാൻ ക്യൂട്ടല്ലേ? നോക്കിക്കേ. ചേച്ചി എന്താണ് നീ കാണിക്കുന്നത്? മുന്നിലോട്ട് വാ. ഇല്ല, അപ്പം വഴക്കുറേ. എത്ര മണിയായിടാ? എത്രയായി? 8:05. അതിന്
ദേ, നീ ഇന്നലെ വന്നതാ. ഇവൻ അറിയാൻ കാര്യങ്ങള്. ഇങ്ങോട്ട് മാറി നിൽക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കേ. നിന്നോട് ഞാൻ എപ്പോൾ വീട്ടിൽ കയറണമെന്നാ പറഞ്ഞിട്ടുള്ളത്? 8 മണിക്ക് മുന്നേ. ഒരു 5 മിനിറ്റ് താമസിച്ചതിനാണോ ഈ ബഹളം? ഒന്നുമില്ലെങ്കിൽ ഇവനൊരു ആൺകുട്ടിയല്ലേ? ആണായാലും പെണ്ണായാലും സമയത്തിന് വീട്ടിൽ കയറണം. ഇവിടെ ആണിനും പെണ്ണിനും 2 നിയമമൊന്നുമില്ല. ആ, സമ്മതിച്ചു. ഒരു തെറ്റ് ആർക്കും പറ്റും. ഞാൻ കാരണം അവനും താമസിച്ചേ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ റൂളൊക്കെ ഉണ്ടെന്ന്. ഇനി ശ്രദ്ധിച്ചാൽ പോരെ? ശ്രദ്ധിച്ചാൽ 2നും കൊള്ളാം. നിന്റെ തലവട്ടം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു എന്റെ ചെക്കനും നശിക്കുമെന്ന്. ഓ പിന്നെ, മൂപ്പരാന്റെ ശിക്ഷണത്തിൽ ഇവനങ്ങ് മെച്ചപ്പെട്ട് നിൽക്കുവല്ലേ? എന്താടി എന്റെ ചെക്കന് കുഴപ്പം? എന്താടി എന്റെ ചെക്കന് കുഴപ്പം? അപ്പാ വാ, എനിക്ക് വിശക്കുന്നു. പുട്ടും പഴവും, പുട്ടും പഴവും, പഴവും പുട്ടും. ഹേ പുട്ട്, വാ പുട്ട്. അപ്പാ തൊള്ള തുറക്കാതെടാ, അതാ വരുന്നു. എന്താടാ നിന്റെ അപ്പൻ ഇന്ന് ഉണ്ടാക്കിയേ? പുട്ടാ? പിന്നെ എന്താണെന്ന് അറിയില്ല. എനിക്ക് പുട്ട് ഇഷ്ടമല്ല. പക്ഷെ അപ്പന്റെ പുട്ട് സൂപ്പറാ. തൊട്ടാൽ പൊടിഞ്ഞു പോകും. ചേച്ചിന്ന് കഴിച്ചു നോക്ക്, ഫാൻ ആകും. അപ്പന്മാര് പൊതുവെ സൂപ്പർ കുക്ക് ആയിരിക്കും അല്ലേ? എനിക്കറിയില്ല, എനിക്ക് അപ്പന്റെ കാര്യം അറിയൂ. ചേച്ചിയുടെ അപ്പനും കുക്കാ? നല്ല മണം. ചേച്ചിയാണോ? ഡാ, വന്ന് നിനക്ക് 2 കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തോണ്ട് പോ. എനിക്ക് 2 കയ്യേ ഉള്ളൂ. അപ്പൻ എന്താ എടുത്താ? ഉളുപ്പില്ലാണ്ട് വയസ്സായി എന്നെ കൊണ്ട് ഇവിടിട്ട് പണി അടുപ്പിക്കുന്നതും പോരെ, ഞാനിനി ഇതൊക്കെ നിന്റെ വായിൽ കുഴച്ചു കയറ്റണമായിരിക്കും. അപ്പൻ അത്ര കഷ്ടപ്പെടണമെന്നില്ല. രാത്രി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പെൺകൊച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ ആ സ്റ്റൗവിന്റെ അവിടെ ഒരു പാത്രം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട് വാ. സൂക്ഷിച്ചെടുക്കണേ, ചൂട് കാണും. ഇരിക്കടാ, ആവശ്യത്തിന് പുട്ടെടുക്ക്. ചേച്ചിക്കോ? അവള് വരുമ്പോൾ അവളുടെ ആവശ്യത്തിന് എടുത്തോളൂ. പപ്പടോ? അപ്പാ പ്രോട്ടീൻ ഇല്ലേ? ഇന്ന് വൈറ്റമിൻ സി ഇല്ല. കൊച്ചെ കണ്ടില്ലേ നീ? ഞാൻ വരണോ? ആ, വരുവാ. എന്നാ നിന്റെ പ്രോട്ടീൻ. ഇത് പയറല്ലേ? അതെ, നല്ല പ്രോട്ടീൻ അടങ്ങിയ പയറ് കറി. ചിക്കനോ പോത്തോ ആയിരുന്നു പുട്ടിന് ചേർച്ച. അതിൽ നല്ല ചേർച്ചയുള്ള ഒന്നുണ്ട്, പഞ്ചസാര. എടുക്കട്ടെ? അല്ല, പയറ് കറിയും ചേരുന്നുണ്ട് അല്ലേ ചേച്ചി? ഞാൻ ഈ ഇരിക്കുന്ന പുട്ടും കൂടെ എടുത്തോട്ടെ? എനിക്കും വേണം. ഞാൻ എന്നാൽ വേറെ ഉണ്ടാക്കാം. അയ്യോ വേണ്ട, എനിക്ക് വേണമെന്നില്ല. ഞാൻ ടേസ്റ്റ് കൊണ്ട്. എന്നാൽ നമുക്കിത് 2 ആക്കാം. ചേച്ചിക്ക് പകുതി, എനിക്ക് പകുതി. വളർത്തി വലുതാക്കി എനിക്ക് വേണ്ടി ഇന്നേ വരെ അവനൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇന്നലെ കയറി വന്നവളോട് എന്താ ഒരു സ്നേഹം. അപ്പൻ പ്രൊട്ടക്റ്റീവ് മാത്രമല്ല, എന്റെ കാര്യത്തിൽ കുശുമ്പനും കൂടാ. ചേച്ചി കാര്യാക്കണ്ട, കഴിക്കും. ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു മിണ്ടാട്ടം ഇല്ലല്ലോ. എന്തു പറ്റി? ഓ, ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കണം, താൻ പിന്നെ കഥ പറച്ചില നിർത്തണം. നമ്മളില്ലേ ഉള്ളതാട്ടോ. ചിരി കൊള്ളാം. ആയിക്കോട്ടെ, താൻ ചോദിക്കുന്നതല്ല പ്രശ്നം, ചോദിക്കുന്ന ടൈമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചോദ്യം കുത്തിക്കയറ്റും. ഞാൻ പിന്നെ തന്റെ ചോദ്യത്തിന് ഉത്തരം തരണോ അതോ കഥ ബാക്കി പറയണോ? ആ ഫ്ലോ പോകും. ഞാനിതുപോലെ ഗ്യാപ്പ് ഇടുന്ന ടൈം ചോദിക്കേ, പ്രശ്നമില്ല. തന്നോടും തന്റെ കഥയോടും തോന്നിയ താല്പര്യമല്ലേ എന്നെ സന്ദർഭോചിതമല്ലാതെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കുറ്റം എനിക്കിരിക്കട്ടെ എന്ന്? കുറ്റമല്ല, കോംപ്ലിമെന്റ്. അയ്യ, എന്നിട്ട് ഇപ്പോഴൊന്നും ചോദിക്കണ്ടേ? ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ, സംശയങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഉത്തരങ്ങൾ ഒരുപക്ഷെ താനിനി പറയുന്ന കഥയിലുണ്ടെങ്കിലും ആഖ്യാതാവിൽ നിന്ന് ഉത്തരം കിട്ടുന്നതിനേക്കാൾ കഥയിൽ നിന്ന് തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദികരം. സാഹിത്യം വശം ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട്. എന്റെ സംശയങ്ങൾ കഥാവസാനം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ഇയാൾ ആ സംഭവം പറഞ്ഞ ടൈമിൽ എനിക്ക് വന്നൊരു ഡൗട്ടാ. എന്തോ മനസ്സിൽ നിന്ന് അത് മാറുന്നില്ല. വല്ലാണ്ട് ആ ഒരു സീൻ എന്നെ സ്ട്രൈക്ക് ചെയ്തു. ക്യൂരിയോസിറ്റി പീക്കിൽ നിന്നിട്ടും ഇയാൾക്ക് തന്ന വാക്കിന്റെ പേരില ഞാൻ പിടിച്ചു വെച്ചത്. എടോ, ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കേ. തന്റെ ആ കൊച്ചു ചേർക്കാൻ മണം പിടിക്കാൻ തന്റെ അടുത്തേക്ക് അപ്രതീക്ഷിതമായി വന്ന മൊമെന്റ് തനിക്ക് ലോകം നിന്നതുപോലെ തോന്നിയോ? തന്റെ ചുറ്റിനുമുള്ളത് ചലനമറ്റതുപോലെ. തന്റെ നെഞ്ചൊക്കെ പടപടന്ന് പിടിച്ചു.
തനിക്ക് ആ ഒരു നിമിഷം ശ്വാസം കൊണ്ടുപോയോ? പോയെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ പറഞ്ഞ അനുഭവം തനിക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? വേറെ ഏതെങ്കിലും പയ്യന്മാരി പറഞ്ഞു? ഒരു കാര്യം പറയാതിരിക്കാൻ വന്നു, ജീവനം കൈവിട്ട് നിന്ന ടൈമിലും താൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയില്ലേ? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ആ രണ്ട് വ്യക്തികളെ താൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ? ആ ബസ് കയറുമ്പോൾ ശരിക്കും താൻ ആലോചിച്ചിരുന്നോ എവിടെ ഇറങ്ങണമെന്ന്? താൻ ധൈര്യമെന്ന് പറഞ്ഞല്ലോ. എല്ലാം തികഞ്ഞ ഒരാൾക്ക് അതിന്റെ നിറവിൽ നിന്ന് ധൈര്യം കിട്ടും. പക്ഷേ ആ ധൈര്യം ചോർന്നു പോകാം, പലതും നഷ്ടപ്പെടാനുണ്ടായതുകൊണ്ട്. എന്നാൽ അതല്ല ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ കഥ. അവന്റെ ധൈര്യം എന്തിനും അവനെ ബലപ്പെടുത്തും, എന്തിനും. താൻ പറഞ്ഞതുപോലെ എവിടെ ചെന്ന് അവസാനിപ്പിക്കണമെന്ന് നിശ്ചയിക്കാതെ തന്നെയാ ഞാൻ ആ യാത്ര തുടങ്ങിയത്. വിധി എന്നെ ആ അപ്പന്റെ മകന്റെ മുന്നിലെത്തിച്ചു. എന്റെ ശരിക്കുള്ള ചോദ്യത്തിന് താൻ മറുപടി തന്നില്ല. ആ പയ്യനല്ലാതെ അതിനു മുൻപ് തന്റെ ജീവിതത്തിൽ കടന്നുപോയ ഏതെങ്കിലും ഒരുത്തന് തന്നെ അതുപോലൊന്ന് കിളിവറത്തി ഇരുത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉത്തരം ഒറ്റയടിക്ക് വേണോ അതോ? ഒറ്റയടിക്ക് എന്നാൽ വേണ്ട. ആ രസം അങ്ങ് കൊന്നുകളഞ്ഞാൽ കഥയുടെ കൊഴുപ്പ് കുറഞ്ഞാലോ? മുൻപ് താൻ പറഞ്ഞതുപോലെ കൂടുതൽ ആസ്വാദികരം സ്വയം മനസ്സിലാക്കുമ്പോഴല്ലേ? അവനും അവന്റെ അപ്പനും എന്നിട്ടുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതുണ്ടാകാം. ചേച്ചി, 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 വാ, സമയമായി. ചേച്ചി എണീറ്റില്ലേ? നീ ചെല്ല്, അവളൊന്നും വരുന്നില്ല, അവൾക്ക് വയ്യ. ഇന്നലെ രാത്രി വരെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ആ രാവിലെ വയ്യാതായി. നീ സമയം കളയാതെ പോകാൻ നോക്ക്. ചേച്ചിയുടെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നല്ലോ. എന്താ ചേച്ചി, തീരെ വയ്യേ? ആശുപത്രി പോണോ? വേണ്ട, വയറുവേദനയാ, മാറിക്കോളൂ. വയറുവേദന വരാൻ എന്താ പറ്റിയ പെട്ടെന്ന്? ഇന്നലെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലല്ലോ. ഓഹോ, അപ്പോൾ ഞാനില്ലാതെ രണ്ട് തീറ്റിയും ഉണ്ട്. ഇല്ലപ്പാ, നമ്മളെല്ലാവരും ഒരേ സാധനമല്ലേ കഴിച്ചത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കയ്യിന്ന് പോയി. ആ, എന്തായാലും മണംകൊണാഞ്ചൻ ചെല്ല്, നിന്റെ ചേച്ചിക്ക് റെസ്റ്റ്. ചേച്ചി അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഞാനുണ്ട്, നീ പൊക്കോ. എന്നാൽ അപ്പം പൊക്കോ, ഞാൻ ചേച്ചിയുടെ കൂടെ ഇരിക്കാം. എന്നിട്ട് എന്തിനാ അവളുടെ കൂടെ ഇരുന്ന് മോങ്ങാനോ? എണീറ്റ് പണിക്ക് പോടാ. അപ്പം പന്നല. ഞാനെന്നാൽ പോട്ടെ ചേച്ചി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനോട് പറയണം. നീ പോയില്ലേ? പോകുവാ. കൊച്ചേ, ഇതാ ചൂട് കാപ്പിയാ, കുടിച്ചേക്കണം. വെള്ളം ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കും, ഒരു ചെറിയ ആശ്വാസം കിട്ടും. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ. വേറെന്തെങ്കിലും വേണമെങ്കിൽ പറയണം, എനിക്കറിയില്ല കാര്യമായിട്ട്. ഇവരെന്തിനാ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? എനിക്കൊന്ന് കരച്ചിൽ വരുന്നു അച്ഛൻ.
ഇപ്പോഴും വേദനയുണ്ടോ? കണ്ണൊക്കെ നിറയുന്നു. പുലരാൻ നേരം കുഴപ്പമില്ലടാ, ഇതെനിക്കിടയ്ക്കുള്ളതാ. എന്നാൽ ടാറ്റ, രാത്രി കാണാം. അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ എന്തോ കറങ്ങി കറങ്ങി നിൽക്കുന്നേ. ഞാൻ ഈ ചെരുപ്പിടാൻ സിൽപ്പർ അങ്ങോട്ട് ഇടാൻ നിനക്ക് എത്ര നേരം വേണം? ദേ പോയി. കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായി എത്തും കിളി ചൊല്ലി. അറിയാ നാട്ടിലെ കൊച്ചേ, എങ്ങനെയുണ്ട്? കുറച്ച് ഭേദമുണ്ടോ? കുറവുണ്ട്. കഞ്ഞിയാക്കിയിട്ടുണ്ട്. ചൂടോടെ അതങ്ങ് കുടിച്ചാൽ ഒരു ഉന്മേഷം ഉണ്ടാകും. വാ. പക്ഷേ അവൻ വന്നില്ലല്ലോ. അവൻ വരാൻ ഇനിയും സമയം എടുക്കില്ലേ? 6:30 ആയിട്ടേ ഉള്ളൂ. 8 ആവാതെ അവൻ വരുമോ? ഉച്ചയ്ക്കും കൊച്ചു കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ, ക്ഷീണമാകും. അതാ ഞാൻ നേരത്തെ കഞ്ഞിയാക്കിയത്. ഇപ്പോൾ എന്തായാലും കഞ്ഞി കുടിക്കേ. രാത്രി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കി തരാം. ആ, ഞാനെന്നാൽ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വാ, ഞാൻ കഞ്ഞി എടുത്തു വെച്ചേക്കാം. അച്ഛ, ഈ മനുഷ്യന് ഒരേ കൈകൊണ്ട് തല്ലാനും തടവാനും അറിയാം. അഭിമാനിയായ അച്ഛന്റെ ഈ മുഴുക്ക് ഇപ്പോൾ എന്തു പറ്റി? ഇവിടെ ഇങ്ങനെ ഒരു അഭയാർത്ഥിയായി യോഗ്യതയില്ലാതെ അവളുടെ കരുതല് പറ്റി ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എനിക്കൊരു കാരണവുമില്ല. പക്ഷേ എന്റെ ആത്മാഭിമാനം ഞാൻ ഇവിടെ പണയം വെച്ച പോലെ. അച്ഛാ, ഞാൻ ഈ അപ്പനെ മകനെ എന്തോ അങ്ങ് വിശ്വസിക്കുക. തെറ്റിപ്പോകില്ലല്ലോ അല്ലേ? ഇന്നെന്താ നേരത്തെ? ചേച്ചി ഇല്ലാത്തോണ്ട് ഒരു രസമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഡാൻസ് കളിക്കാൻ നിൽക്കാതെ ഞാൻ ഇങ്ങ് പോരുന്നു. ചേച്ചിക്ക് വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ചേച്ചിക്ക് ഞാൻ 2 സാധനം വാങ്ങിയിട്ടുണ്ട്. എന്താ? നമ്മൾ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വേറൊരു ചേച്ചിയും അതേ സമയം വരില്ലേ? ചേച്ചി ഇന്ന് കാണാഞ്ഞതുകൊണ്ട് ആ ചേച്ചി ചോദിച്ചു. ഞാനപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ വയറുവേദനയാണെന്ന് പറഞ്ഞു. ചേച്ചി അപ്പോൾ കുഴപ്പമില്ലാന്ന മട്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ ചേച്ചിക്ക് കൂസലില്ലാത്തതെന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അതെല്ലാ മാസവും ഉള്ള കാര്യമല്ലേ, പെണ്ണുങ്ങൾക്ക് അതൊക്കെ സഹിച്ചാലല്ലേ പറ്റുമെന്ന്. അപ്പോഴല്ലേ എനിക്ക് സംഭവം കത്തിയത്. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. മിടുക്കനാണല്ലോ. ഇത് നല്ല വേദനയല്ലേ? ആ ചേച്ചി പറഞ്ഞു. എനിക്ക് ചില മാസങ്ങളിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരും. പോട്ടെ, സാരമില്ല. നീ എന്താ എനിക്ക് കൊണ്ടുവന്നത്? നോക്കട്ടെ. ഞാൻ പരസ്യത്തിലൊക്കെ കണ്ട പരിചയത്തിൽ വാങ്ങിയതാ. ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത തവണ വേറെ വാങ്ങാം. എന്തിനാണ്? ഇഷ്ടായില്ലേ? ഇഷ്ടമായി. പക്ഷേ നീ എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയേ? ചേച്ചിക്ക് പോയി വാങ്ങാൻ ഇപ്പോൾ പറ്റില്ലല്ലോ. എന്റെ കയ്യിലുണ്ടായിരുന്നു. സാരമില്ല, ഇനി ഉപയോഗിക്കാലോ. പിന്നെന്താ വാങ്ങിയത്? ചോക്ലേറ്റ്? ആ ചേച്ചി പറഞ്ഞ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. കൊച്ചി, കഞ്ഞി തണുക്കും. നീ എന്താ നേരത്തെ? ഓ, അപ്പോൾ നിനക്ക് വീട്ടിൽ നേരത്തെ വരാൻ അറിയാം. എന്തോ അത്? ചോക്ലേറ്റോ? പനി പിടിച്ച് ഞാനിവിടെ ചാവാൻ കിടന്നാലും ഒരു മരുന്ന് പോലും വാങ്ങിത്തരാത്തവനാണ്. ഒരു പെണ്ണിന് വയ്യാതായപ്പോൾ നേരത്തെ വരുന്നു, ചോക്ലേറ്റ് വാങ്ങുന്നു. കൊള്ളടാ, കൊള്ളാം. എനിക്ക് ഇത് തന്നെ വേണം. എനിക്കിനി ജീവിക്കണ്ട. അപ്പാ, അപ്പാ. ഓ ചേച്ചി, ഞാൻ ദാ വരുന്നു. അപ്പന്റെ പ്രൊട്ടക്ഷനേക്കാൾ ഡേഞ്ചറാ കുശുമ്പ്. അപ്പാ, അപ്പാ മാറിപ്പോടാ. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ നിനക്കെന്നെ വേണ്ട. എന്റെ അപ്പാ. മിണ്ടരുത്. നിന്നെ കുപ്പത്തൊട്ടിന്ന് എടുത്ത് വളർത്തിയതിന് പകരം ഒരു പട്ടിക്കുട്ടീനെ ഞാൻ എടുത്ത് വളർത്തിയിരുന്നെങ്കിൽ അതിപ്പോൾ അവളെ കടിച്ചിട്ട് എന്നെ വാലാട്ടി കാണിച്ചേനെ. അത് അപ്പന്റെ തോന്നലാ. ആ പട്ടിയും ചേച്ചിയെ സ്നേഹിക്കത്തേ ഉള്ളൂ. ചേച്ചി ആർക്കെങ്കിലും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? കണ്ടോ കണ്ടോ, അയ്യോ എന്റെ കൊച്ചിനെ അവൾ വശീകരിച്ചെടുത്തേ. പിന്നെ അപ്പന് ചേച്ചി ഏതാണ്ട് സ്നേഹമില്ലാത്ത പോലെ. എനിക്കൊന്നും ഇഷ്ടമല്ല ആ പെണ്ണിനെ. ഇന്നെന്താ അപ്പ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത്? കിണ്ടി. ഇപ്പോൾ സ്നേഹിക്കാൻ ഒരുത്തിയെ കിട്ടിയിട്ടുണ്ടല്ലോ, പോയി പറ അവളോട്. എന്നെ ആരും കെട്ടിപ്പിടിക്കാൻ വരണ്ട. എന്നാൽ ഞാൻ ചേച്ചിയെ പോയി കെട്ടിപ്പിടിക്കട്ടെ? ഓ, ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കുക അവളുടെ അടുത്ത് പോകാൻ. അനക്കമില്ലല്ലോ, പോയി നോക്കണോ?
സച്ച് എ ഡ്രാമാറ്റിക് അപ്പ മോൻ. வான் வருவான்